വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചിക്കാൻ കഴിയില്ല എന്ന ഒരു സൂചന ഇതിലേക്ക് തരുന്നുണ്ട്. അതായത് ഇതിൽ വികസനം പറഞ്ഞിരിക്കുന്നത് 30.25 അതിൽ വർഗീയ പരാമർശം 19%, ശബരിമല സ്വർണ്ണക്കൊള്ള 12. അപ്പോൾ ഈ വർഗീയ പരാമർശം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെയാണ്. രണ്ടാമത്തേത് ശബരിമല കൊള്ളയിൽ വലിയ വിമർശനം വന്നിരിക്കുന്നത് CPM-നെതിരെയാണ്. അത് നമുക്ക് വേറെ രീതിയിൽ കാണാം. വർഗീയ പരാമർശം പ്ലസ് ശബരിമല സ്വർണ്ണക്കൊള്ള 31, വികസനം വന്നിരിക്കുന്നത് 30. അതായത് ആദ്യ 60% എടുത്താൽ 30-31 എന്ന നിലയിലാണ് അത്. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇതിനകത്ത് നടക്കുന്ന പ്രസാദ് പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഇടത് സർക്കാരിന്റെ വികസന നേട്ടത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ 30% എന്ന് നമ്മൾ കണക്കാക്കിയാൽ, പക്ഷേ മറ്റ് രണ്ട് വിവാദ വിഷയങ്ങൾ ചേരുമ്പോൾ അതായത് ആദ്യ 61% എടുക്കുമ്പോൾ 30-31, അതായത് രണ്ട് വിഭാഗത്തിലുള്ളവരും LDF വരണമെന്നും UDF വരണമെന്നും ആഗ്രഹിക്കുന്നവർ ശക്തമായി ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് പോയാൽ റോഷി പറഞ്ഞ ക്ഷേമ പെൻഷനിൽ 13.08% റോഷി. അഴിമതി 12% വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയില്ല. അത് നമ്മളൊരു 73 കണക്ക് കൂട്ടിയാൽ അവിടെയും ഏതാണ്ട് പകുതിയായി നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ഷഫീഖെ, കൃത്യമായ ആളുകൾ വരുന്നുണ്ട് ഇതിലേക്ക്, അല്ലേ? അത് മാത്രമല്ല ഒരു ഇഞ്ചോടിഞ്ച് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന വർഗീയ വിഷയങ്ങൾ, മതം തിരിച്ചുള്ള വിഷയങ്ങൾ, അതിൽ ഇവിടുത്തെ യുവാക്കൾക്ക്, ഇതിൽ സർവേയിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ അമർശമുണ്ട് എന്നുള്ളതാണ്. വികസനത്തിന് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യുമ്പോൾ തന്നെ വർഗീയ പരാമർശങ്ങളോടുള്ള വിയോജിപ്പ് അവർ ഏകദേശം 19%, 20% രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അസ്വസ്ഥരാണ് ചെറുപ്പക്കാരെന്നുള്ളതാണ്. നമ്മുടെ ജെൻസി വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് അവിടെ. ഇതില് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ ക്ഷേമ പെൻഷൻ ഒക്കെ വലിയ വിഷയമാകും, അത് അനുകൂലമാകുമെന്നാണ് കരുതിയത്. ഈ തദ്ദേശ ഇലക്ഷന് ശേഷം ഈ ഭരണവിരുദ്ധ വികാരം അത് പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരെയല്ല, പ്രാദേശികമായ ഭരണവിരുദ്ധ വികാരമാണെന്നാണ് CPM വിലയിരുത്തലായി വന്നത്. പറയാൻ സാധിക്കില്ല. കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം സാധാരണഗതിയിൽ നമ്മൾ പറയും ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഫലം വരുമ്പോൾ അതാത് പ്രാദേശിക തലത്തിൽ മാത്രമാണെന്ന്. ഇത്തവണ കണ്ടത് അങ്ങനെയല്ല. റോഷി, എന്താണ് അതില് കനകോലുവിന്റെ ഒരു റിപ്പോർട്ട് അത് വയനാട്ടിലെ ക്യാമ്പിൽ അവതരിപ്പിച്ചാണ്, വളരെ പ്രധാനപ്പെട്ടാണ്. അതിനെതിരെ പ്രതിപക്ഷ നേതാവും ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ വലിയ വിമർശനം വരുത്തി. അതിൽ പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം അത് പ്രതിഫലിച്ചിട്ടില്ല എന്നാണ്. പ്രത്യേകിച്ച് MLA-മാർക്ക് അനുകൂലമായി, നിലവിലെ LDF MLA-മാർക്ക് അനുകൂലമായി ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. ഇത് കനകോലുവിന്റെ റിപ്പോർട്ടിലാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരമുണ്ട്. നേരെ മറിച്ച് MLA-മാർക്ക് അനുകൂലമായി ഒരു ജനപിന്തുണ സംസ്ഥാനത്തുണ്ട്, അത് LDF MLA-മാർക്ക്. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയാണ് കനകോലു നിർദ്ദേശിച്ചത് ഈ സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന്റെ പണി തുടങ്ങി UDF. അതിന്റെ ഭാഗമായിട്ടാണ് യാത്ര ഒരു ഭാഗത്ത് നടക്കുന്നത്, ഗൃഹസന്ദർശനം നടക്കുന്നത്. അതിനൊക്കെ പ്രതിഫലിക്കും ഈ സർവേയിൽ വരും ദിവസങ്ങളിൽ അത് പ്രതിഫലിക്കും.